आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे, यानी ये मुद्राएं कानूनन अमान्य होगी. അധികാരം ഏതൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നുകയറി അത് താറുമാറാക്കുമെന്ന് ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കള്ളപ്പണവും കള്ളനോട്ടും ഇല്ലാതാക്കാൻ രാജ്യം തെരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണകൂടം കൈക്കൊണ്ട കടുത്ത നടപടി ജനജീവിതം അക്ഷരാർത്ഥത്തിൽ മാറ്റിമറിച്ചിരിക്കുന്നു. കൈയടിക്കുന്നവർക്കും കൈകൂപ്പുന്നവർക്കും നിശ്ചയമില്ലാത്ത ഉത്തരങ്ങൾ തേടി ഒരു രാജ്യം അന്തമില്ലാത്ത കാത്തിരിപ്പിലാണ്. തൽക്കാല വേദന എന്നാണ് പ്രധാനമന്ത്രിയും രാജ്യസ്നേഹത്തിന്റെ കുത്തകാവകാശിയായ അമിത്ഷായും നമ്മളോട് പറഞ്ഞത്. രാജ്യം ഇന്ന് നേരിടുന്ന തൽക്കാല വേദന എന്താണ് എന്നാണ് ഈ നേതൃത്വം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് ജനത രോഷത്തോടെ തിരിച്ചു ചോദിക്കുന്നത്. വാർത്തയെല്ലാം കണ്ടുകൊണ്ട് എല്ലാവരും വന്നത് ഈ 500 രൂപയും കൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊടുത്താൽ ബാക്കി കിട്ടുമെന്ന്. പക്ഷെ ഇവിടെ ഉള്ളത് ആരും എടുക്കുന്നില്ല. ഒത്തിരി പേര് ചോദിച്ചു തിരികെ പോയി. ഞങ്ങൾക്ക് ചായ കുടിക്കാൻ പോലും നിവർത്തിയില്ല. ഞാൻ വന്നിട്ട് 10 ദിവസമായി. ഞാൻ ചേർത്തലേന്നാ വരുന്നത്. ഒരു കടയിലും 500 നോട്ടോ ഒന്നും എടുക്കുന്നില്ല, ആരും ചില്ലറയും തരുന്നില്ല. ബാങ്കിൽ പോയാലും 2000 രൂപ കിട്ടുന്ന 2000 രൂപ കൊണ്ട് പ്രയോജനമില്ല. 500 രൂപ വരെ മാറാൻ ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിൽ 2000 രൂപ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് കാര്യമില്ല. ആളുകളെ സാധനം എടുക്കാൻ വരുന്നില്ല. ഇപ്പോൾ ചില്ലറില്ലാത്തതിനെ കൊണ്ട് ആൾക്കാർക്കൊന്നും സാധനം വേണ്ട. അപ്പം മൊത്തമായിട്ട് ആൾക്കാർ സാധനം എടുക്കാൻ നിൽക്കുകയാണ്. വൈകാരിക സാഹചര്യമല്ല, ശരിയാണ്. ഭാവിയോടും രാജ്യത്തോടും പ്രതിബദ്ധതയുള്ള ഒരു പൌരനും കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള നീക്കത്തെ ചോദ്യം ചെയ്യാനാകില്ല. പക്ഷേ ആ നീക്കം ജീവിതം അടിമുടി സ്തംഭനാവസ്ഥയിലാക്കുമ്പോൾ എന്ത് മുന്നൊരുക്കത്തിൽ ഇത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള അവകാശമെങ്കിലും പൌരനുണ്ടാകണം. സാധാരണക്കാരന്റെ വില കുറഞ്ഞ ജീവിതം ഇപ്പരുവത്തിൽ താറുമാറാക്കുന്നത് ഒഴിവാക്കി മറ്റേതൊക്കെ സാധ്യതകൾ ധീരനായ ഭരണാധികാരി പരിഗണിച്ചു എന്നറിയാനും നമുക്ക് അവകാശമുണ്ട്. 2000 രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ ഇന്നും വന്നിട്ടില്ല. ATM-ലൊന്നും ലോഡ് ആയിട്ടില്ല. അത്യാവശ്യം സംവിധാനം ഒരുക്കാതെ ഇങ്ങനൊരു പരിപാടി ചെയ്തത് ജനങ്ങൾക്ക് സാധാരണ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവമാണ്. ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ഒരിക്കലും സാധാരണക്കാരെ വിഷമിക്കുന്ന രീതിയിൽ ഒരു പരിഷ്കാരം കൊണ്ടുവരാൻ പാടില്ല. വേണ്ടത്ര മുന്നൊരുക്കങ്ങളോടുകൂടി അവധാനതയോടുകൂടിയേ ഒരു സർക്കാർ പ്രവർത്തിക്കാവൂ. വീട്ടിൽ അതിനുള്ള അത്യാവശ്യം തന്നെയാണ്. അതിനുവേണ്ടി തന്നെ എടുക്കാൻ വന്നത്. പക്ഷെ പൈസ ഇല്ല. നെട്ടോട്ടമോടുകയാണ് ജനം. വൻ സമ്പാദ്യവുമായല്ല, അന്നന്ന് അരി വാങ്ങാനുള്ള പണം മാറിയെടുക്കാൻ. ഭരണകൂടത്തിന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യാതിരിക്കാം. പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ കള്ളപ്പണത്തിന്റെയും കള്ളനോട്ടിന്റെയും വേരറക്കണം. അങ്ങനെ സംഭവിക്കേണ്ടത് ജനത്തിന്റെയും രാജ്യത്തിന്റെയും ആവശ്യവുമാണ്. പക്ഷേ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ അസാധുവാക്കും മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വാക്കുകളെങ്കിലും ഒന്നോർക്കേണ്ടതായിരുന്നു. The latest gimmick of the finance ministry's demonetization of currency notes before 2005 is basically an attempt to obfuscate the issue of black money. The issue of black money which is stashed outside the country. The economy has been in a constant downturn motion, and that motion is a motion of decline. The present government is not in a position to measure the correct quantum of black money. 2 വർഷം മുൻപ് 2005 മുൻപ് അച്ചടിച്ച 500-1000 നോട്ടുകൾ പിൻവലിക്കാൻ UPA സർക്കാർ നീക്കം നടത്തിയപ്പോഴായിരുന്നു ഈ വാർത്താ സമ്മേളനം. ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന എല്ലാ മറുചോദ്യങ്ങളും അന്ന് ഉയർത്തിയത് BJP തന്നെയാണ്. മുൻകൂർ നോട്ടീസ് നൽകി 2005 മുൻപുള്ള നോട്ടുകൾ പിൻവലിക്കുന്നത് പോലും രാജ്യത്തെ ജനങ്ങളെ എത്രമാത്രം ഗുരുതരമായി ബാധിക്കുമെന്ന് അന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. In India, 65% of the population do not have bank accounts, and they store their money in cash at homes. These people are largely illiterate, poor, older, and live in remote areas. They are the ones who are likely to fall victims to the middlemen and who are going to further scare them that the notes are worthless piece of paper. ഇന്ന് ദുരിതക്കടൽ നീന്തിക്കടക്കുന്നതിനിടയിലും കള്ളപ്പണത്തിനെതിരായ യുദ്ധമാണല്ലോ ഇതെന്ന് പ്രത്യാശിക്കുന്നവരോടും അന്ന് BJP തന്നെ ചൂണ്ടിക്കാട്ടിയ മറുപടിയുണ്ട്. The policy of Mr. P. Chidambaram is only meant for the blue blood and not for the sweating, red-bloodied, toiling millions. It is not going to affect those
who have numbered accounts in Swiss banks, but affect those who do not have any bank account even in India. It is not going to affect those who have savings in US dollars, French francs and Deutschmarks, but affect those who have saved every penny in Indian rupees. ഇനി ഇത്തരമൊരു സാഹചര്യം അനിവാര്യമായി വന്നാൽ പോലും റിസർവ് ബാങ്കും ഭരണകൂടവും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും അന്ന് ബിജെപി നമുക്ക് പറഞ്ഞു തന്നിരുന്നു. The RBI must publish a note on how many currency pieces are going to be affected by the present policy and how many of these are present in the rural India, and estimate the impact on the poor, the real poor, Aam Aurat and Aam Aadmi, who are stashing their money away in small savings at home, in utensils and things. This is an unjustified attack on the poor people. RBI must conduct a full and impartial inquiry into the impact this is likely to have on the real Aam Aadmi and Aurat of this country. ഇതൊന്നും ബിജെപി സർക്കാർ ഇന്ന് ഓർക്കുന്നില്ല. സുതാര്യതയോ പാവങ്ങളോടുള്ള കരുതലോ ഒരു ഭരണകൂടത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണെന്ന് അംഗീകരിക്കപ്പെടുന്നുമില്ല. മറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നവർ രാജ്യസ്നേഹമില്ലാത്തവരാകുന്നു. അവർ കള്ളപ്പണക്കാർക്കും രാജ്യദ്രോഹികൾക്കും ഒപ്പമാണെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു. സാമ്പത്തിക അനിശ്ചിതത്വമുണ്ടാക്കുന്ന വിഷാദ സങ്കീർണതയെ നേരിടുന്ന ജനതയെ പരിഹസിക്കുന്ന ഉത്തരവാദിത്തമില്ലായ്മയാണ് മിന്നൽ പ്രഖ്യാപനത്തിന് ശേഷം ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായത്. आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे, यानी ये मुद्राएं कानूनन अमान्य होगी. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സമാന്തര കള്ളപ്പണ സാമ്രാജ്യം തകർക്കാൻ ഭരണകൂടത്തിന് നിയമപരമായ എന്ത് നടപടിയും എടുക്കാം. പക്ഷേ ഒടുവിൽ ചെയ്യേണ്ടത് ആദ്യമായാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇന്ത്യയിലെ 125 കോടി ജനങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരങ്ങളിൽ ജീവിക്കുന്ന മധ്യവർഗ ദേശാഭിമാനികൾക്ക് അല്ലലില്ലാതെ കൈയടിക്കാം. പ്ലാസ്റ്റിക് മണിയുടെ കരുത്തിൽ ദൈനംദിന ജീവിതത്തിലെ പ്രതിസന്ധികളൊന്നും അവരറിയുന്നുണ്ടാകില്ല. ഊണാൻ പോലും കാശ് കിട്ടില്ല നമ്മുടെ കയ്യില്. അവസ്ഥയില സർക്കാർ സ്ഥാപനങ്ങളിലെങ്കിലും ചില്ലറ കൊടുക്കണ്ട, അതുപോലും അവർ കൊടുക്കുന്നില്ല. പാല് മേടിക്കാൻ നിവൃത്തിയില്ല, മീന് മേടിക്കാൻ നിവൃത്തിയില്ല, പച്ചക്കറി മേടിക്കാൻ നിവൃത്തിയില്ല. ഇതൊരു അരാജകത്തിലോട്ടാണ് പോകുന്നത്. ബാങ്കിൽ വന്നാൽ ഏറ്റവും വലിയ ഇന്നലെയും വന്ന് ബാങ്കിൽ നോക്കി ട്രൈ ചെയ്ത് ഇന്നലെയും കിട്ടിയില്ല. നമ്മുടെ പ്രധാനമന്ത്രിയാണ് ജപ്പാനിൽ പോവുകയും ചെയ്തത്. പക്ഷേ ബാങ്ക് അക്കൌണ്ടും കാർഡും ഉണ്ടായാലും അരിയും പച്ചക്കറിയും വാങ്ങാൻ സ്വൈപ്പിംഗ് മെഷീനുകൾ ഇല്ലാത്ത ഉൾനാടൻ പ്രദേശങ്ങൾ, ഗ്രാമാന്തരങ്ങൾ മുഴുവൻ നഗരവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞ കേരളത്തിൽ പോലുമുണ്ട്. ഉത്തരേന്ത്യയിലും മറ്റും നിരക്ഷരായ ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ഊഹിക്കാൻ പോലും ജനങ്ങളുടെ പ്രധാനമന്ത്രിക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ദിവസക്കൂലിക്കാർ പണിയില്ലാതെയും ചെറുകിട കച്ചവടക്കാർ കട തുറക്കാനാകാതെയും മത്സ്യബന്ധന മേഖലയിലുള്ളവർ ജോലി ചെയ്യാനാകാതെയും 4 നാൾ കഴിയുമ്പോൾ തന്നെ അവരുടെ ജീവിതം എത്തിച്ചേരുന്ന പ്രതിസന്ധിയുടെ ആഴം എത്രയെന്ന് ഈ ദേശാഭിമാനത്തിന് അളക്കാനാകാതെ പോയത് എന്തുകൊണ്ടാണ്? 4 ദിവസമല്ലേ ക്ഷമിച്ചോളൂ എന്ന് പറയുന്ന സർക്കാർ 4 ദിവസം കൊണ്ടെങ്കിലും എന്ത് മുന്നൊരുക്കം നടത്തിയെന്ന് തിരിച്ചു ചോദിച്ചാൽ എന്താണ് മറുപടി? മാസങ്ങൾക്ക് മുൻപേ ആലോചനയിലുണ്ടായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനത്തിന് രഹസ്യ സ്വഭാവം ആവശ്യമായിരുന്നെങ്കിലും തുടർ നടപടികളിൽ ഉണ്ടാകേണ്ട അടിയന്തര നീക്കങ്ങൾ എവിടെയാണ് പിഴച്ചത്? നാടകീയതയും മിന്നൽ പ്രഖ്യാപനങ്ങളും നിങ്ങൾക്കാവശ്യമായിരിക്കാം. പക്ഷേ അധികാര പ്രകടനത്തിന്റെ നായക പരിവേഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞാലെങ്കിലും ജനജീവിതം എന്ന് സാധാരണ നിലയിലാക്കാൻ ആകും എന്നൊരു കണക്കുകൂട്ടലെങ്കിലും നടത്താൻ പ്രധാനമന്ത്രിക്ക് നേരമില്ലാതെ പോയത് എന്താണ്? കള്ളപ്പണം നേരിടാൻ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ച് അധികാരത്തിലെത്തിച്ച സർക്കാർ വഴിമുട്ടി നിൽക്കുന്നതിൽ പ്രയാസപ്പെട്ട ആരാധകർക്ക് കൈയടിക്കാവുന്ന നടപടിയാണ് ഇപ്പോഴുണ്ടായത്. കള്ളപ്പണം കണ്ടെത്താൻ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചും തിരിച്ചടയ്ക്കാൻ സാവകാശം നൽകിയും 2 പ്രധാന നടപടികൾ മോദി സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. പക്ഷേ 3ാം നടപടിയായി എത്തിച്ച ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ കള്ളപ്പണത്തെ എത്രമാത്രം ഫലപ്രദമായി നേരിടും എന്നാണ് കണക്കുകൂട്ടലെന്ന് കണക്കുകളിലൂടെ തന്നെ രാജ്യത്തെ ബോധ്യപ്പെടുത്തണം സർക്കാർ. ഇതൊഴിവാക്കാനുള്ള ഏതൊക്കെ സാധ്യതകൾ സർക്കാർ പരിഗണിച്ചു? ആദ്യപടി തന്നെ ജനജീവിതം പ്രതിസന്ധിയിലാക്കുകയല്ല എന്നുറപ്പുവരുത്താൻ എത്രമാത്രം ആത്മാർത്ഥമായ സമീപനം ഈ സർക്കാർ കാണിച്ചു? ഡിസംബർ 31 ശേഷം കള്ളപ്പണം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വിഹരിക്കില്ല എന്ന് എങ്ങനെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് സർക്കാർ?
ഇനിയും കള്ളപ്പണം കുന്നുകൂടുന്ന വഴികൾ അടയ്ക്കാൻ എന്ത് നടപടികൾ ഒരുക്കിയിട്ടുണ്ട് എന്നും അറിയാൻ രാജ്യത്തിന് അവകാശമുണ്ട്. ഇന്നും ATM-ന് മുന്നിൽ, ബാങ്കുകൾക്ക് മുന്നിൽ അവനവൻ സമ്പാദിച്ച പണം ഉപയോഗിച്ച് ജീവിത ചെലവ് നടത്താൻ ക്യൂ നിൽക്കുന്ന ഓരോ ഇന്ത്യക്കാരന്റെയും അവകാശം തന്നെയാണ് അത്. പൌരൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഒറ്റ രാത്രി കൊണ്ട് പ്രധാനമന്ത്രി അസാധുവാക്കിയത്. കള്ളപ്പണവും കള്ളനോട്ടും നേരിടാൻ രാജ്യത്തോടൊപ്പം നിൽക്കാൻ ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറാകാതെ രാഖി രാമാനം നാടുവിട്ടതിനും ന്യായീകരണമില്ല. ചരിത്രത്തിലെ ഏറ്റവും ധീരമായ തീരുമാനം എന്ന അവകാശവാദത്തിന്റെ പ്രത്യാഘാതം നേരിടാൻ ഈ ജനതയ്ക്കൊപ്പം നിൽക്കാൻ പോലും ആദർശധീരതയ്ക്ക് നേരമുണ്ടായില്ല. രാജ്യം കാണിച്ച ക്ഷമയ്ക്ക് പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ നന്ദി പറഞ്ഞത് ജപ്പാൻ പ്രധാനമന്ത്രിക്കൊപ്പം ബുള്ളറ്റ് ട്രെയിനിൽ ചീറിപ്പാഞ്ഞ നേരത്ത് തന്നെയാകണം. ജനം അടിസ്ഥാന ആവശ്യങ്ങൾക്കായി നെട്ടോട്ടമോടുമ്പോഴും അപഹാസ്യമായ വാദങ്ങൾ ഉയർത്തി സ്വയം പരിഹാസ്യരായവരുമുണ്ട് ആരാധകരിൽ. 1000 പിൻവലിച്ച് പുതുതായി ഇറക്കിയ 2000 രൂപ നോട്ടിന്റെ സുരക്ഷാ സാധ്യതകൾ ചിപ്പിൽ പറഞ്ഞു പൊളിഞ്ഞതാണ്. ഇപ്പോൾ നോട്ടിൽ അടിസ്ഥാന സുരക്ഷയൊരുക്കാൻ പോലും നേരമുണ്ടായിരുന്നില്ല എന്ന വെളിപ്പെടുത്തലുകളും പുറത്തുവരുന്നു. ജനം അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്ന് തീരും എന്ന് മാത്രമല്ല, ലക്ഷ്യം നേടാൻ എത്രമാത്രം ആത്മാർത്ഥത സർക്കാർ പുലർത്തി എന്നതും കാലത്തിന്റെ ഓഡിറ്റിംഗിൽ പെടാതെ പോകില്ല. കാരണം വാഴ്ത്തുപാട്ടുകാർ പാടിപ്പറക്കുന്ന അർത്ഥത്തിലല്ലെങ്കിലും ഇത് ഇന്ത്യയുടെ ആത്മാവിനെ അത്രമേൽ സ്വാധീനിച്ച നടപടിയാണ്.